ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളൊരു ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലൊരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ഏത്തപ്പഴം കട്ട് ചെയ്തതും കുറച്ച് കശുവണ്ടി പരിപ്പും ചെറിയൊരളവിൽ ഉണക്കമുന്തിരിയും പിന്നെ കുറച്ചൊരളവിൽ തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പലഹാരത്തിലേക്ക് ചെറിയൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു പഞ്ചസാര ഒന്ന് ഉരുകി കിട്ടണ വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. ഒരുപാട് നേരം ഇത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാനുള്ളത് കൊണ്ട് ആ ടൈമിൽ ബാക്കിയുള്ളത് കുക്കായിക്കോളും. ഇപ്പോൾ ഇതായിട്ടുണ്ട്, ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 200 ഗ്രാം ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിരുന്നതാണ്. ഇതിൽ നിന്ന് ചെറിയൊരളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ മിസ്സായി പോയിരിക്കുന്നതാണ്. ഇനി ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതേപോലെ മിക്സ് ആക്കിയിട്ടൊന്ന് അടിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിനടിയിൽ ചിലപ്പോൾ ഇങ്ങനെ മാവ് കട്ടയായിട്ടിരിക്കൂലേ, അത് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ അടിച്ചെടുക്കാൻ പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, ചെറിയൊരളവിൽ ബാക്കിയുണ്ട്. ഒരു 1/4 കപ്പ് അളവിലാണ് കേട്ടോ നമുക്ക് ശർക്കരപ്പാനി ബാക്കി വന്നിരിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിരിക്കുന്ന ആ ഒരു ബാറ്റർ ഞാനൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ഗോതമ്പ് പൊടിയും കൊണ്ട് മാത്രം തയ്യാറാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു പൊലിമയില്ലാണ്ടിരിക്കും കേട്ടോ. ഇതേപോലെ റവയും കൂടി ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു പലഹാരത്തിന് ഒരു പൊലിമയിൽ നല്ലൊരു എന്താ പറയുക പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഏത്തപ്പഴത്തിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ, നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തും കൂടി എടുക്കാം. ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ നല്ലതുപോലെ ഒന്ന് നെയ്യ് തടവി എടുത്തിരിക്കുന്നതാണ്. ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വട്ടയപ്പമൊക്കെ തയ്യാറാക്കി എടുക്കില്ലേ, അതേപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണെങ്കിലും കുക്ക് ചെയ്തെടുത്താൽ മതിയേ. ഇനി ഇതേപോലെ ഓരോ ഹോളിലും ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇല്ലേ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ. ഇനി ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇപ്പം ഞാൻ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണേ. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു മധുര പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് എടുത്തിരിക്കുന്നതാണ്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിലും പഴത്തിൻ്റെയൊക്കെ ഒരു ഫില്ലിംഗ് ആണുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.